നമ്മളിപ്പോൾ എവിടെ? കാശ്മീർ. നമ്മളൊരു ഗുഹയ്ക്കകത്ത് കയറിയിരിക്കുകയാണ്. ഗുഹയ്ക്കകത്ത് മാതാവ് കൈയൊക്കെ ഒടിഞ്ഞ് തിരിഞ്ഞിട്ടുണ്ട്. ഹലോ, വെൽക്കം ടു മൈ മൊമോസ് ഡയറി. ഇന്ന് ഡിസംബർ 25 ക്രിസ്മസ് ആയിട്ട് ഫസ്റ്റ് ടൈമാണ് ട്രിപ്പ് പോകുന്നത്. എവിടെ പോകണമെന്ന് കുറേ ആലോചിച്ച് ഒരു സ്നോ ക്രിസ്മസ് ആണ് പ്ലാൻ ചെയ്തത്. അങ്ങനെയാണ് ജർമ്മനിയിലെ മോസ്റ്റ് അട്രാക്റ്റീവ് സ്പോട്ടായ ബയണിലെ പാട്ന ക്ലാമിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. മ്യൂൺഷൻ ഹോപ്പ് ബാനോഫിൽ നിന്ന് 2 മണിക്കൂർ ട്രെയിൻ യാത്രയാണ് നമുക്കുള്ളത്. ഞങ്ങൾ സംസാരിച്ചിരുന്ന സമയം പോയത് അറിഞ്ഞതേ ഇല്ല. നമ്മൾ ഓൾ സെറ്റാണ്, നമ്മളൊരു ഗ്യാങ് ആണ്. പറ, നമ്മൾ എവിടെയൊക്കെ പോകുന്നത്? പറ. ഗാർണിഷ്. നമ്മൾ ഗാർണിഷോ? വർത്തമാനം പറഞ്ഞ സമയം പോയത് അറിഞ്ഞതേ ഇല്ല. പെട്ടെന്ന് തന്നെ സ്റ്റോപ്പ് എത്തി. അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങി. എൻ്റെ പൊന്നെ, ഇറങ്ങിയപ്പോൾ തന്നെ വാവ് ലുക്ക്. അങ്ങനെ വണ്ടടിച്ച് നിൽക്കുകയാണ് ഞാൻ. സെറ്റ് സ്ഥലം. ഫസ്റ്റ് ലുക്കിൽ തന്നെ ഇഷ്ടമായിരിക്കുന്നു. കാണാൻ പറ്റുന്നില്ല. കൂളിംഗ് ഗ്ലാസ് എടുക്കാൻ മറന്നു പോയി. ഇഷ്ടമായി വാരിക്കളി. കൂട്ടത്തിലെ ഞങ്ങൾ ഒഴിച്ച് ബാക്കി ആരും തന്നെ സ്നോ കണ്ടിട്ടില്ലായിരുന്നു. എല്ലാവരും ഫസ്റ്റ് സ്നോ. അതുകൊണ്ട് കുറേ നേരം ആഹ്ലാദ പ്രകടനമായിരുന്നു ഇവിടെ നടന്നത്. നമ്മൾ ഇറങ്ങുന്ന സ്റ്റോപ്പിൻ്റെ പേരാണ് ഗാർമിഷ് പാർട്ടൻ കിർഷൻ. ഇതെനിക്ക് പറയാൻ സ്ഫുടതയില്ലായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് ഞാനത് ഓൺ വോയിസ് ഇട്ടത്. പറയുമ്പം പാർട്ടൻ കിർഷൻ വേറെ വാക്കുകളായി വന്നു. ഗാർമിഷ് പാർട്ടൻ കിർഷയിൽ നിന്ന് 30 മിനിറ്റാണ് നമുക്ക് നമ്മുടെ പാട്ന ക്ലാമിലേക്ക് നടക്കാനുള്ളത്. ഈ 30 മിനിറ്റ് നടക്കണോ വേണ്ടായോ എന്ന് കുറേ ആലോചിച്ചു. ലാസ്റ്റിൽ നമ്മൾ പുതിയൊരു സ്ഥലത്ത് വന്നതല്ലേ, കാഴ്ചകളൊക്കെ കണ്ട് എക്സ്പ്ലോർ ചെയ്ത് മുന്നോട്ട് നടക്കാമെന്ന് തീരുമാനിച്ചു. പിന്നെ പോകുന്ന വഴിയിൽ എന്തൊക്കെയോ കാണാനുണ്ടെന്നുള്ള വിശ്വാസത്തിലും രീതിയിൽ ഞങ്ങൾ മുന്നോട്ട് നടന്നു തുടങ്ങി. കുറേ നേരമായില്ലേ പാട്ന ക്ലാം എന്ന് പറയാൻ തുടങ്ങിയിട്ട്. എന്താണെന്ന് വെച്ചാൽ ഇതൊരു കേവാണ്. നമ്മൾ കേവ് കാണാൻ വേണ്ടിയാണ് പോകുന്നത്. ഇത് ജർമ്മൻ ആൽപ്സിലെ ഒരു ഫേമസ് നാച്ചുറൽ മിറാക്കിൾ എന്നാണ് അറിയപ്പെടുന്നത്. ഈ നദി ആയിരക്കണക്കിന് വർഷങ്ങളായി പാറകൾ ദ്രവിച്ച് രൂപപ്പെട്ട ഒരു താഴ്വരയാണിത്. ഈ മിറാക്കിൾ കാണാൻ വേണ്ടിയാണ് ഇത്ര കഷ്ടപ്പെട്ട് നടന്ന് ഞങ്ങളവിടെ പോകുന്നത്. പക്ഷെ നമ്മൾ ഫസ്റ്റ് ഇവിടെ വന്ന് ഇറങ്ങുമ്പോൾ നമുക്കൊരു വാവ് ലുക്ക് ഉണ്ടല്ലോ, അതെന്തായാലും ഇവിടെ ഉണ്ട്. അതെനിക്ക് ഇഷ്ടമായി. പിന്നെന്താ, ഈ ഒരു ലുക്ക് ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട് ഓസ്ട്രേലിയ പോയപ്പോൾ. അതുകൊണ്ട് എനിക്ക് ഇഷ്ടക്കേടൊന്നുമില്ല, നല്ല രസമുണ്ട് കാണാൻ. എനിക്ക് ഇഷ്ടമായി. ക്രിസ്മസ് ആയിട്ടൊരു ചിൽ വൈബ്, ഫുൾ സ്നോയ്, റെഡ്, ആ ഒരു സെറ്റപ്പ് നല്ല രസമുണ്ട് കാണാൻ. എനിക്കിഷ്ടമായി. അല്ലേ, നമ്മൾ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നത് കുറച്ച് മഞ്ഞ്, സാന്റാക്ലോസ്, റെഡ് ഉടുപ്പ്, അങ്ങനെയൊക്കെ ആ ഒരു വൈബ് ഇന്നുണ്ട്. എനിക്കിഷ്ടമായി. ഇതൊരു സണ്ണി ഡേയും കൂടിയാണ്. സ്നോ പ്ലസ് സണ്ണി. ഫുൾ കൂളിംഗ് ഗ്ലാസ് വേണമായിരുന്നു, സെറ്റായതിന്. അതെ, ട്രെയിനൊന്നും മിസ്സായില്ല. അതുകൊണ്ട് കറക്റ്റ് ടൈമിലും എത്തി. നമ്മൾ സ്പീഡിൽ പോയി. അവരില്ലാണ്ട് നമുക്ക് പോകാനും പറ്റില്ല. കാരണം അവരാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. നമ്മളിങ്ങനെ ചില്ലായിട്ട് നടക്കുന്നു എന്നല്ലാണ്ട് യാതൊരു തേങ്ങയും അറിയത്തില്ല. അവർ ഇരിക്കുക. ഹായ്, നല്ല സുഖമുണ്ട് ഇവിടെ. ഹായ്, നമ്മളിത് ആ ഒരു ബെർഗിൻ്റെ മണ്ടയിലേക്കാണ് പോകുന്നത്. മലയുടെ മണ്ടയിലേക്കാണ് പോകുന്നത്. നമ്മളെ മലയിലേക്ക് നടന്ന് പോകുകയാണ്. ഇത് കൊള്ളാം, സ്പസീറിന് വരണല്ലേ. നോക്കിക്കേ, റോട്ട് ചെയറൊക്കെ. യെസ്, അറിയാം. ആ പൊളി. എക്സോ ഇത് കൊള്ളാം. ഇതൊരു, എനിക്ക് തോന്നുന്നതൊരു നടക്കുന്ന വഴിയാണ്. അവിടെ കുറേ സിറ്റിങ് ചെയറുണ്ട്, ഒരു ലേക്കുണ്ട്. ഇവനെ വേണമെങ്കിൽ നമുക്കൊന്ന് കളിക്കാം. ഇത് രസമുണ്ട്. യെസ്, കൊള്ളാം. ഹായ്, ഇതെന്ത് ഗെയിമാണോ?
ഇത് കല്ലുകൾ അടുക്കി വെച്ചേക്കുക. കൊള്ളാം. ഇതെന്താ ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല. കുറേ കല്ലുണ്ട്. ബാ പോവാം. മനസ്സേ, എനിക്ക് ആ വീട്ടിൽ താമസിക്കണം. നമുക്ക് അതുപോലത്തെ ഒരു വീട് വേണം. അയ്യോ എന്തൊക്കെയായിരിക്കും ഈ ലേക്ക്, മഞ്ഞും, ഇതൊക്കെ ഒരു ഡ്രീം വീടാണോ ജർമ്മനിയിലെ? അവളുടെ മുഖത്ത് ഞാൻ മഞ്ഞ് ഒഴിച്ചു. നല്ല രസമുണ്ട് അത്. പാലം നൈസാ, നല്ല പാലം. കൊള്ളാം. നല്ല പാലം. ഇങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ നിൽക്കാം. അതെ. ഓക്കെ ഗൈസ്, നമ്മളെ കാണുന്നുണ്ടെന്ന് വിചാരിക്കും. നമ്മൾ ആൾക്കാർ ഇറങ്ങുമ്പോൾ ഫുഡ് കയ്യിലെത്തുന്നത് വളരെ നല്ലതാണ്. തണുക്കുമ്പോൾ നമുക്ക് ഒരു കടി. വിശക്കുന്നു. കുറേ നമ്മൾ നടന്നു. കുറേ നടക്കാൻ നമുക്കുണ്ട്. ഇപ്പം തന്നെ ഒരു 30 മിനിറ്റ് നമ്മൾ നടന്നു ആ ഒരു കേവിലേക്ക്. ചുമ്മാ തള്ളാതെ. അപ്പം നമുക്ക് വിശക്കും. 20 മിനിറ്റ്. പിന്നെ 30. ഇനി ഇനിയും നടക്കാറുണ്ട് 10 മിനിറ്റ്സ് കൂടി. അപ്പം 30 മിനിറ്റ് കൂടുതലല്ലേ. അങ്ങനെ നമ്മൾ ഒളിമ്പിക് സ്റ്റേഡിയം കാണിച്ചു കൊടുത്തോ? കാണിച്ചു. ഇതിനകത്ത് കാണുന്നുണ്ടോന്ന് എനിക്ക് അറിയത്തില്ല. എപ്പോട്ട് കയറുമ്പോൾ കാണിക്കാം. നമ്മൾ വിഷം നിന്ന് കഴിക്കുമ്പോഴോ എന്ത് കഴിച്ചാലും ഭയങ്കര ടേസ്റ്റി ആയിട്ട് തോന്നും. എനിക്കങ്ങനെ തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നുണ്ട്. എനിക്ക് മനസ്സിലായില്ല. ഒളിമ്പിക്സിന് പ്രോഗ്രാം നടക്കുന്ന സ്ഥലമാണിത്. സ്നീഫാരം ചെയ്യണോ? എനിക്ക് ചെയ്യാൻ അറിയത്തില്ല. എനിക്ക് ഇവിടെ എത്തുമ്പോൾ ഫോട്ടോ എടുത്തു തരാമല്ലോ. ഈ സ്ഥലം എനിക്ക് കാണാം. നല്ല സ്ഥലമാണ്. ഓക്കെ. നമ്മളിപ്പോൾ എവിടെ? കാശ്മീർ. നമ്മളിപ്പോൾ ജമ്മു കാശ്മീരിലാണ് ഗൈസ്. ജമ്മു ആൻഡ് കാശ്മീർ. അപ്പോൾ ഇത് കണ്ടോ? കാണാമോ? കാണത്തില്ലായിരിക്കും. ഭയങ്കര തണുപ്പാണ്. നമ്മൾ നടന്ന് ഏകദേശം ഇപ്പൊ എത്തുമെന്ന് പറയാൻ തുടങ്ങിയിട്ട് 10 മിനിറ്റ് ആയി. അല്ല, അത് മുമ്പിലത്തെ ഇപ്പൊ എത്തുമെന്ന് പറയാറാ. ഇപ്പൊ ഓക്കെ. നടന്ന് തൊണ്ടയിലെ വെള്ളം പറ്റി. ഇനിയും എത്തുമെന്ന് വിചാരിക്കുന്നു. പക്ഷേ ഇവിടുത്തെ വ്യൂ ഒക്കെ അടിപൊളിയായതുകൊണ്ട് ഇതൊരു അരുവിയാണ്. അരുവിയുടെ പടുതി കണ്ടോ? പറയാൻ പറ്റത്തില്ലെങ്കിൽ പറയണ്ട. ബാ പോട്ടോ. പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ എല്ലാവർക്കുള്ള ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മേപ്പോട്ട് പോവാം. ഇപ്പോൾ നമ്മൾ പാട്ന ക്ലാമിൻ്റെ എൻട്രൻസിലാണ് നിൽക്കുന്നത്. ഇവിടുന്ന് നമ്മൾ 6 പേർക്കുള്ള ടിക്കറ്റ് എടുത്തു. ഒരാൾക്ക് 10 യൂറോ ആയിരുന്നു. എന്നിട്ട് ടിക്കറ്റൊക്കെ എടുത്തു. നമ്മൾ ആ പാറകളിലേക്കുള്ള വാലി കാണാൻ വേണ്ടി നടക്കുകയാണ്. ഇതാണ് നമ്മുടെ ക്ലാമിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ. മൗണ്ടനും ലേക്കും കൂടി ഒരുമിച്ചായപ്പോൾ നല്ല തണുപ്പായിരുന്നു അവിടെ. തണുക്കുന്നുണ്ടോ? ഇത് മേളിൽ നിന്ന് ഈ സാധനത്തെ നിന്നൊക്കെ നടന്ന്
ഓരോന്ന് തലയിലൊക്കെ വന്ന് വീഴുന്നുണ്ട്. ഈ പാറയ്ക്കുള്ളിൽ 500 മീറ്റർ നീളമുള്ളൊരു ബ്രിഡ്ജാണ് കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത്. ഈ ബ്രിഡ്ജിലൂടെ ഈ ലേക്ക് കാണുക എന്നതാണ് നമ്മുടെ ഇന്നത്തെ ടാസ്ക്. നമ്മൾ ഇവിടെ നിന്നും ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ ഇതുവഴിയാണ് എൻട്രൻസ്. ഇത് ഇച്ചിരി ടാസ്ക്കാണ്, അതിൻ്റെ ഇടയ്ക്ക് കൊടുക്കണമെന്ന് സംശയമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തു, നമ്മൾ അകത്ത് കയറാൻ പോവുകയാണ്. കയറിപ്പോ. ഓക്കെ, ബാ. 1910 മുതൽ 1912 വരെ ഇവരും 2 വർഷം കൊണ്ട് പണിഞ്ഞ ഗുഹയാണിത്. നടന്നോ, ഇരുട്ടാണ്, ഒന്നും കാണത്തില്ല. എൻ്റെ ദൈവമേ. ഈ പാറക്കകത്തൊക്കെ ലൈറ്റൊക്കെ കൊടുത്തേക്കുന്ന വിഷയം. പോട്ടെ നീ ബാ. ഒരാൾക്ക് നടക്കാനുള്ള ഗ്യാപ്പേ ഉള്ളൂ ഗൈസ്. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പറ്റില്ല, അപ്പൊ തല അത്രയൊന്നുമില്ല കേട്ടോ, അത്രയ്ക്കൊന്നുമില്ല, സേഫാണ്. എൻ്റെ പൊന്നെ, അടിപൊളി സ്ഥലം. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സ്ഥലം എക്സ്പീരിയൻസ് ചെയ്യുന്നത്. പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. കാണാത്ത കുറേ കാഴ്ചകൾ കണ്ട്, പാറയ്ക്കുള്ള തണുപ്പും ആ ഒരു സൗണ്ടും എല്ലാം, ഒരു നാച്ചുറൽ സൗണ്ട് നമുക്ക് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള നിമിഷങ്ങളായിരുന്നു ഇപ്പോൾ ഈ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. 1912 വിസിറ്റേഴ്സിന് സുരക്ഷിതമായിട്ടുള്ള വഴികളും ഈ കാണുന്ന തുരങ്കങ്ങളും നടപ്പാതകളൊക്കെ നിർമ്മിച്ചത്. ഇതിൽ കൂടെ കാണുമോ ഇല്ലയോ എന്ന് അറിയത്തില്ല, പക്ഷേ ദോവ ഇരിക്കുന്നതൊക്കെ ഐസായിട്ട് താഴോട്ട് തൂങ്ങിയിരിക്കുകയാണ്. മോൾസ് മഞ്ഞുമൽ ബോയ്സ് ഉണ്ടല്ലേ, അതിനകത്ത് നമ്മുടെ ആരാ വീഴുന്ന, സതീശോ ആരോ വീഴും. അപ്പോൾ ആ വീഴുന്ന ഇതുപോലൊരു സംഭവത്തിൻ്റെ അടിയിലോട്ട് വന്ന് വീഴണം എന്നൊക്കെ തോന്നുന്നു. നടന്നോ. വീണ്ടും നമ്മളൊരു ഗുഹയ്ക്കകത്ത് കയറിയിരിക്കുകയാണ്. നമ്മളെ കാണാമോ? കൈയൊക്കെ മരവിച്ചു, ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ടുണ്ട്, ഒരു കാര്യമില്ല. ഇതാ ഇവിടെ നിന്ന് ഐസൊക്കെ അടത്തിയെടുക്കാം, പക്ഷെ ഭയങ്കര കട്ടിയാണ്. ഇച്ചിരി ഇവിടെ പൊക്കണ്ടായിരുന്നേ, തലേ മേളി ഇടിച്ചു. ആ മാറ് കൂണ കേവ് നടക്ക. ഇത്രയും നേരം ആ പേര് ആലോചിച്ചുകൊണ്ട് നടക്കുമായിരുന്നു, ഗുണ കേവ്. ആ പ്ലേസ് ഒക്കെ മഞ്ഞൊക്കെ തൂങ്ങിക്കുന്നൊക്കെ ഇതൊക്കെ കാണുന്നുണ്ടാവും. കുറച്ച് പേടി തോന്നുമെങ്കിലും നല്ല രസമുണ്ടായിരുന്നു ആ ബ്രിഡ്ജിൽ കൂടി നടക്കാൻ. ഈ പോകുന്ന വഴിയിൽ കൂടി തന്നെയാണ് തിരിച്ചു വരുന്ന ആൾക്കാർ സെയിം ഡയറക്ഷൻ തന്നെയാണ് നടന്നു വരുന്നത്. അതുകൊണ്ട് കുറച്ച് കൺജസ്റ്റഡ് ആണ് നമ്മുടെ വഴികൾ. ഇത്രയും വലിയ ഗുഹയ്ക്കകത്ത് മാതാവ് സൂം ചെയ്യാൻ പറ്റുന്നില്ല, കാണാമെന്ന് വിചാരിക്കുന്നു. കുറേ മുന്നോട്ട് നടന്നു പോകുന്തോറും നമ്മുടെ നടക്കുന്ന വീതിയും കുറഞ്ഞു വരുന്നുണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ നല്ല തണുപ്പും കൂടി വരുവാണ്. ഞാൻ മോനൂസിനെ മൈൻഡ് പോലും ആക്കാണ്ട് വേഗം ഞാൻ ആ ലേക്കിൻ്റെ അറ്റത്തിലേക്ക് ലക്ഷ്യമിട്ട് നടക്കുക. ശരിക്കും പറഞ്ഞാൽ ഇതൊരു അടിപൊളി സ്ഥലമാണ്. എനിക്ക് എൻ്റെ ലൈഫിൽ കണ്ടിട്ടുള്ള ഏറ്റവും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്.
ഓരോ ചൂടുകളും ഞാൻ എൻജോയ് ചെയ്താണ് ഞാൻ അവിടെ നടന്നിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ആ ഗുഹയുടെ പുറത്തെത്തി നമ്മളൊരു വെളിച്ചം കണ്ടു തുടങ്ങി. ഇരുട്ടിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ എൻ്റെ പൊന്നോ പൊള്ളി കാഴ്ച തന്നെ. ആദ്യത്തെ എക്സ്പ്രഷൻ ആദ്യത്തെ എനർജി ഒന്നും ഇപ്പൊ കാണാനില്ലല്ലോ. ഒക്കെ പോയി തണുത്തിട്ട് എനിക്ക് ഭയങ്കര തണുപ്പെന്ന് വെച്ചാൽ ഭയങ്കര തണുപ്പാണ്. കാണാൻ നല്ല രസമുണ്ട്, കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. തണുക്കുവാണ്. സെറ്റായി ഫോട്ടോസ് എടുത്തു, വീഡിയോ എടുത്തു. നമ്മൾ ഒരു സാധനം കണ്ടോ? ഇതെന്തോ ഉരുളൻകല്ല്, എന്തോ പ്രത്യേകത ഉണ്ട്, എന്തോന്ന് അറിയത്തില്ല. ബാ അയ്യോ സന്തോഷം കാരണം ഞാനും മോനൂസും എന്തൊക്കെയോ കാണിച്ചു കൂട്ടുക. പക്ഷെ തണുപ്പ് കാരണം ഒന്നും അങ്ങോട്ട് എക്സ്പ്രസ് ചെയ്യാനും പറ്റുന്നില്ല. അടിപൊളി സ്ഥലം, അത് വീണ്ടും വീണ്ടും കാണാൻ തോന്നിക്കൊണ്ടിരിക്കുമായിരുന്നു. ഇതെന്റെ കയ്യില. അമ്പോ, ഇത് വല്ലാത്തൊരു സ്ഥലമാണല്ലേ. അതെന്താ വല്ലാത്ത സ്ഥലം? മീൻസ് ഭയങ്കര ഭയങ്കര എന്താ ഭയങ്കര ഒരു വിന്റർ വേൾഡിലാണ് നമ്മൾ നിൽക്കുന്നത്. അത്രയൊന്നുമില്ല, ഒരു വിന്റർ ലാൻഡില്. ഈ സ്ഥലത്തിന്റെ ഹിസ്റ്ററിയാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. ഞാൻ ഇനി ഹിസ്റ്ററി പറയത്തില്ല. നിന്നാണ് ഈ ഒരു കഥ കോപ്പി അടിച്ച് ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഗുണ കേവ് സെറ്റ് ഒക്കെ വന്നെന്ന് തോന്നുന്നു അല്ലേ. ഗുണ കേവ് പണിഞ്ഞത് ഇത് കണ്ടിട്ടായിരിക്കും അല്ലേ, എനിക്ക് തോന്നുന്നു. കാരണം ആ ഒരു സെയിം സിറ്റുവേഷൻ ഇവിടെ. അവിടെ ഒരു പുള്ളിക്കാരൻ തടാകത്തിൽ വീണ് ഒഴുക്കിൽപ്പെട്ട് കൈയും കാലും അടിച്ചുകൊണ്ടിരിക്കുക. അപ്പം നമ്മുടെ രക്ഷാപ്രവർത്തനക്കാർ വന്നു, രക്ഷപ്പെടുത്തുന്നു. അതൊരു കേവിലാണ്. നോട്ട് ദ പോയിന്റ്. ഓക്കെ, അപ്പോൾ ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഇന്നത്തെ വ്ലോഗ് കഴിഞ്ഞോ? ഇന്നത്തെ നമ്മുടെ വ്ലോഗ് കഴിയാറായിട്ടോ. നമ്മൾ ഈ സ്ഥലം ഫുൾ എക്സ്പ്ലോർ ചെയ്തു. ഇനിയും ഞങ്ങൾ ഇതുപോലെ പോകുന്ന സ്ഥലത്തെ വീഡിയോസ് ഒക്കെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ ഇന്നത്തെ കുട്ടി വീഡിയോ ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. നാളെ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ടെഡി ബിയറിനെ പോലെ ഉണ്ടോ? അതെ, കറക്റ്റ് അതുപോലെ കറക്റ്റ് ടെഡി ബിയറാണ്. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പോൾ ബൈ. ഓക്കെ, ഒന്നുകൂടി ഇവിടെ ഒന്ന് കാണിച്ചേക്കാം കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ഫ്രം ഗാർമിഷ് പാറ്റന്ന.